പ്രിയപ്പെട്ടവരെ, ബദറിന്റെ രണഭൂമിയിൽ നാളെ യുദ്ധം നടക്കാൻ നിൽക്കുമ്പോ കഴുത്തിലിട്ടിരുന്ന ഷാള് താഴേക്ക് വീഴുമാറ് കരഞ്ഞ് അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് പറയും, നബിയെ, എന്താണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? നാളത്തെ യുദ്ധത്തിന്റെ അവസ്ഥയും നാളത്തെ കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ നബി തങ്ങൾ തന്റെ ഉമ്മത്തിനു വേണ്ടി ആ രംഗത്തൊക്കെ വെച്ചു പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും. രാത്രിയുടെ യാമങ്ങളിൽ കരഞ്ഞു പ്രാർത്ഥിച്ച് കാലിൽ നീരുവരുമാറ് നമസ്കരിച്ച ഒരു പ്രവാചകന്റെ അനുയായികൾ പരസ്യമായി റസൂലേ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിൽ പിന്നെ ഇസ്ലാമിന്റെ അടിത്തറ ഇനി എവിടേക്കാണ് പോകുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബാണ് പറയുന്നത്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ജനങ്ങളോട് പറയാണ്, ഫഖുൽതു, ഞാൻ ആ ജനങ്ങളോട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. നൂഹ് നബി പറയാണ്, എന്നോട് ഇസ്തിഗ്ഫാർ നടത്താനല്ല, അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ഹറാമെന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ. ഇന്നഹു കാന ഗഫാറാ, അല്ല പാപം പൊറുക്കുന്നവനാണ്, അല്ലയാണ് ഗഫാർ, അല്ലയാണ് ഗഫൂർ. എന്നാൽ മനുഷ്യരായ അവരോരോരുത്തരും ചെയ്തു കൂട്ടുന്ന പാപങ്ങളിൽ നിന്നാവട്ടെ, ഏത് നിലക്കുമുള്ള പ്രതിസന്ധികളിൽ നിന്നാവട്ടെ, അവർ രക്ഷപ്പെടണമെങ്കിൽ അവരല്ലാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്, തൗബ ചെയ്യേണ്ടത്, ഇസ്തിഗ്ഫാർ നടത്തേണ്ടത്. ഇനി ജീവിതത്തിന്റെ ഏതേത് വിഷമങ്ങളിലും ഘട്ടങ്ങളിലും ഒരു മനുഷ്യൻ തന്റെ സൃഷ്ടാവായ റബ്ബിനോട് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതിനു പകരം തവസ്സുലും ഇസ്തിഗാസയും ഒന്നുമല്ല, നേർക്കുനേരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം നബിയോട് പ്രാർത്ഥിക്കുന്നതും മാറി. ഇനി അവിടുന്നും താഴേക്കുള്ളവരെ എല്ലാം വിളിക്കും. ഒരു നബിയിൽ നിന്നും മാറിപ്പോവുകയാണ്. അതുപോലും തെറ്റും ആപത്തിലേക്കും നശിച്ചുവെങ്കിൽ അവിടുന്ന് ഖുർആൻ പറഞ്ഞു, വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്, ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അള്ളാഹുവിനോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഖുർആനിലെ സൂറത്തുൽ ജിന്നില് അള്ളാഹുവിന്റെ കൂടെ ഒരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്.